ഹായ് ഗൈസ്, എവ്ലിൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ പെരുമ്പാവൂർ ഒരു അപ്പോളോ സർക്കസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോയതിൻ്റെ വീഡിയോസാണ്. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ല, നേരത്തെ ഇറങ്ങിയായിരുന്നു. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോളോ സർക്കസ് കാണാൻ പോവുകയാണ്. എവ്ലിൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡാൻസും കളിയൊക്കെ ആയിരുന്നു. 3 ഷോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി. ഞങ്ങൾ ഉച്ചക്കത്തെ ഷോയ്ക്കാണ് പോയത്. കാരണം നമുക്ക് ട്രാവലിംഗ് ഉള്ളത് കൊണ്ട്, പെരുമ്പാവൂരിൽ നിന്ന് അടിമാലി വരെ ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ ഷോയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പല ടിക്കറ്റുണ്ട്, 250, 200, 150 ടിക്കറ്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ 250 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങനെ സർക്കസ് കാണാൻ കയറി. അമ്മയുടെ എവ്ലിൻ്റെയും ആദ്യമായിട്ട് കാണുകയാണ് സർക്കസ്. അമ്മ എവ്ലിനെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഈ സർക്കസ് കാണിക്കുന്നവരെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവരോരോന്ന് കാണിക്കുമ്പം നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ അവരതിനകത്ത് ചെയ്യുന്ന ഹാർഡ് വർക്കും അവരുടെ പ്രാക്ടീസും അതെല്ലാം ശരിക്കും നമ്മൾ അവരെ എന്താ പറയുക, അവരതിനകത്ത് ഭയങ്കരമായിട്ട് മെനക്കെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. എവ്ലിൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരവിടെ ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ആളും ഇവിടെ ഇരുന്ന് അതിനകത്ത് ഡാൻസും അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും അവരുടെ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം എവ്ലിൻ റിപ്പീറ്റായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഫസ്റ്റ് ടൈം സർക്കസ് കാണുമായിരുന്നെങ്കിലും അവൾക്ക് എന്താ പറയുക, ഇവരിപ്പം ഊഞ്ഞാലയിലാടി കൈ കൊടുത്ത് അപ്പുറത്തേക്ക് മറിയുന്നതും തിരിയുന്നതും ഒക്കെ ആദ്യമായിട്ടത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതവും അതെല്ലാം അവളുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. സർക്കസിന് സമാനമായ തെരുവ് പ്രകടനങ്ങൾ ഇന്ത്യയിൽ പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും ആധുനിക സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫിലിപ്പ് ആസ്ലി 1770 വിശദീകരിച്ചതുപോലെ ഒരു സർക്കസ് 1880 മാത്രമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. മഹാരാഷ്ട്രക്കാരനായ വിഷ്ണുപന്ത് മൊറേശ്വർ ഛത്രെ, മലയാളിയായ കീലേരി കുഞ്ഞിക്കണ്ണൻ, അത് തലശ്ശേരിക്കാരനാണ്. നമ്മുടെ കേരളത്തിൽ തലശ്ശേരിയിലാണ് ആദ്യമായിട്ട് സർക്കസിൻ്റെ ഒരു അക്കാഡമി ഉണ്ടാകുന്നതും അവിടെ സർക്കസ് പഠിപ്പിക്കുന്നതും എല്ലാം തലശ്ശേരിയിലാണ്. പിന്നെ ബംഗാളിയായ ഒരു പ്രിയനാഥ് ബോസ് എന്നിവരാണ് നമ്മുടെ ഇന്ത്യൻ സർക്കസിൻ്റെ തുടക്കക്കാരിൽ പ്രമുഖർ എന്ന് പറയും. ഇതിൽ കേരളത്തിലെ കീലേരി കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിക്കാരനാണ്. അവിടെയായിരുന്നു കേരളത്തിൽ സർക്കസ് മുൻപിൽ വന്നിരുന്നത്. 1888 ഛാത്രയുടെ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് കണ്ണൂരിലെ തലശ്ശേരിയിൽ പര്യടനത്തിനെത്തിയിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഛാത്ര കളരിപ്പയറ്റ് ഗുരുക്കളായ കീലേരി കുഞ്ഞിക്കണ്ണനെ പരിചയപ്പെടുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണനും ഛാത്രയും കൂടെ ഉണ്ടാക്കിയ ഒരു ധാരണയിലാണ് സർക്കസിൻ്റെ അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുന്നതും. അങ്ങനെ ഛാത്ര സർക്കസിൽ കീലേരി കുഞ്ഞിക്കണ്ണന് ഒരു ജോലി കൊടുക്കാനുള്ള ഉടമ്പടി വെക്കുന്നതും. ഇതിനെ തുടർന്ന് കീലേരി കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിക്കടുത്ത് ചിറക്കരയിൽ ആദ്യമായി ഒരു സർക്കസ് സ്കൂൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ സർക്കസ് ട്രെയിനിങ് ഹാൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സർക്കസ് അക്കാഡമിയുടെ പേര് വന്നിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് സർക്കസിനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇങ്ങനെയാണ് സർക്കസിനെ കുറിച്ചുള്ള ഹിസ്റ്ററി. ഇത് ഞാനിപ്പോൾ ചുമ്മാ സൂചിപ്പിച്ചെന്ന് എല്ലാവരുടെയും അറിവിലേക്കായിട്ടൊന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വീണ്ടും നമ്മുടെ സർക്കസിലേക്ക് തിരിച്ചു വരാം. ഞങ്ങൾ പോയത് അപ്പോളോ സർക്കസ് എന്ന് പറയുന്നതായിരുന്നു. അവിടെ എന്താ പറയുക, അഭ്യാസ പ്രകടനങ്ങളും ജോക്കറും എല്ലാം ഉണ്ടായിരുന്നു. എവ്ലിന് ഫേവറേറ്റ് ജോക്കറായിരുന്നു കേട്ടോ. ജോക്കറിൻ്റെ വീഡിയോസ് എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ജോക്കർ ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്നതൊക്കെ എവ്ലിൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ലെങ്കിലും അവൾ അതിനൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ജോക്കർ ഇപ്പം നമ്മൾ നോക്കി ഹായ് പറയുന്നു, ഇവിടെ ഇരുന്ന് ഹായ് പറയുന്നു. ജോക്കർ ചിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുമ്പോൾ എവ്ലിനും ചിരിക്കുന്നു. പിന്നെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം എവ്ലിൻ കാണുന്നു. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാം അമ്മേ, എനിക്കും ഇതുപോലെ റിങ്ങൊക്കെ മേടിച്ച് തരാമോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെയൊക്കെ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതമാണ്. പിള്ളേർക്ക് അത്ഭുതം തോന്നുന്ന പോലെ തന്നെ വലിയവർക്കും അത്ഭുതങ്ങളായിരുന്നു ഇത് മുഴുവനും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടീസ്
പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അത് ഇവിടെ വീണ്ടും തെളിയിക്കുകയാണ് ഇവരെല്ലാം. 2 മണിക്കൂറായിരുന്നു ശരിക്കും നമ്മുടെ സർക്കസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. 2 മണിക്കൂർ നമ്മൾ ബോറടിക്കാതെ നമുക്ക് എല്ലാം പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. എല്ലാം നമ്മൾ കണ്ണിണ പോലും അടയ്ക്കാതെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എല്ലാ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആണോയെന്ന് എനിക്കറിയത്തില്ല. ഷേബിലിനാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും അവൾ ഇമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ സർക്കസിൽ ആനിമൽസിൻ്റെയൊക്കെ പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ആനിമൽസിൻ്റെ പരിപാടീസൊന്നുമില്ല. മനുഷ്യർ തന്നെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. തീ തുപ്പുന്നതും കാര്യങ്ങളൊക്കെ ഇവർ ശരിക്കും അതൊക്കെ പേടിച്ചിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം തീ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പിള്ളേരോട് എപ്പോഴും അതിൻ്റെ അടുത്ത് പോകരുത്, പേടിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറ്. അപ്പോൾ അതൊക്കെ ഒരാൾ വായിന്ന് തുപ്പുന്ന കാണുന്ന കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവലിനാകെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളത് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളത് അവൾക്ക് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് അപ്പായി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആളതെല്ലാം കണ്ട് ശ്രദ്ധിച്ച് അതെന്താ സംഭവം എന്നൊക്കെ മനസ്സിലാക്കുന്നുമുണ്ടായിരുന്നു. എന്തായാലും സർക്കസ് കാണാൻ പോയിട്ട് നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരതിൽ എക്സൈറ്റഡ് ആവുന്നതും അവർക്ക് അതിലുണ്ടാകുന്ന സന്തോഷവും അവരതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോയി കാണണമെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ എത്ര തീയതി വരെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ പെരുമ്പാവൂർ റണ്ണിങ് ആണ്. എല്ലാവരും പോയി കാണുക, നല്ലൊരു സർക്കസ് ആസ്വദിക്കുക. താങ്ക് യു.